നിഗൂഢതകൾ ഒളിപ്പിച്ചുവെച്ച വള്ളുവനാടൻ മണ്ണിലെ ഒരു മഹാത്ഭുതം. യുദ്ധവും ഭക്തിയും ഒന്നിച്ചൊഴുകിയ ഒരു ചരിത്രഭൂമി. എന്തുകൊണ്ടാണ് അങ്ങാടിപ്പുറത്തെ ഈ മലമുകളിൽ ശിവലിംഗം രണ്ടായി പിളർന്നിരിക്കുന്നത്? സാക്ഷാൽ പാർവതീദേവിയും ഒരു മനുഷ്യനും തമ്മിൽ ഇവിടെ നടന്ന ആ വലിയ പോരാട്ടത്തിന്റെ കഥ നിങ്ങൾക്കറിയാമോ? തിരുമാന്ധാംകുന്ന് ഭഗവതി ക്ഷേത്രത്തിന്റെ ആരെയും അമ്പരപ്പിക്കുന്ന ഐതിഹ്യത്തിലേക്ക് നമുക്കൊന്നു പോകാം. സൂര്യവംശത്തിലെ പ്രബലനായ മാന്ധാതാവ് രാജാവ് തന്റെ രാജ്യം ഉപേക്ഷിച്ച് കഠിന തപസ്സിലായിരുന്നു. ഒടുവിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ട് താൻ പൂജിച്ചിരുന്ന ഏറ്റവും പവിത്രമായ ശിവലിംഗം രാജാവിന് സമ്മാനിച്ചു. എന്നാൽ തന്റെ പ്രിയപ്പെട്ട വിഗ്രഹം ഒരു മനുഷ്യന് നൽകിയത് പാർവതീദേവിയെ ചൊടിപ്പിച്ചു. അത് തിരികെ പിടിച്ചെടുക്കാൻ ദേവി തന്റെ സൈന്യത്തെയും ഭദ്രകാളിയെയും അങ്ങോട്ടേക്ക് അയച്ചു. തുടർന്ന് അങ്ങാടിപ്പുറത്തെ കുന്നിൻമുകളിൽ നടന്നത് അവിശ്വസനീയമായ ഒരു യുദ്ധമായിരുന്നു. ദേവിയുടെ ഭൂതഗണങ്ങൾ ആയുധങ്ങളുമായി വന്നപ്പോൾ രാജാവിന്റെ അനുയായികൾക്ക് പൊരുതാൻ ആയുധങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. അവർ അവിടെ നിന്നിരുന്ന അത്തിമരത്തിലെ പഴങ്ങൾ പറിച്ച് കാളിയുടെ പടയാളികൾക്ക് നേരെ എറിഞ്ഞു. ഇന്നും ആ പോരാട്ടത്തിന്റെ ഓർമ്മയ്ക്കായി ക്ഷേത്രത്തിൽ ചാണകം ഉരുട്ടിയെറിയുന്ന ചാന്താട്ടം എന്ന ചടങ്ങ് നടക്കുന്നുണ്ട്. യുദ്ധം മുറുകിയപ്പോൾ ഭദ്രകാളി നേരിട്ടെത്തി ശിവലിംഗം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. രാജാവ് വിഗ്രഹത്തിൽ മുറുകെ പിടിക്കുകയും കാളി മറുവശത്തുനിന്ന് ശക്തിയായി വലിക്കുകയും ചെയ്തപ്പോൾ ആ പവിത്രമായ ശിവലിംഗം നടുവേ പിളർന്നുപോയി. ഭക്തന്റെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ ദേവി ശാന്തയാവുകയും ഭഗവാൻ ശിവൻ അവിടെ പാർവതീസമേതനായി കുടികൊള്ളാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ ചില പ്രത്യേകതകൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പിളർന്ന ശിവലിംഗത്തിന്റെ മുറിവ് ഉണക്കാനായി ഇന്നും ഇവിടെ പ്രത്യേകമായ ചാന്ത് ഉപയോഗിച്ച് അഭിഷേകം നടത്താറുണ്ട്. അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങൾ മാറാനായി ആയിരക്കണക്കിന് ഭക്തരെത്തുന്ന മംഗല്യപൂജ ഇവിടുത്തെ വലിയൊരു സവിശേഷതയാണ്. പഴയകാലത്ത് മാമാങ്കത്തിന് പുറപ്പെടുന്ന വള്ളുവനാടൻ ചാവേറുകൾ ദേവിയുടെ തിരുനടയിൽ വന്ന് അനുഗ്രഹം വാങ്ങിയാണ് യുദ്ധഭൂമിയിലേക്ക് പോയിരുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടോ? അവിടുത്തെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.